ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഈ ഇന്നത്തെ നീക്കത്തിൽ കെ സുധാകരൻ്റെ വാക്കുകളാണ് ഏറ്റവും പ്രധാനമായി മാറുക. അത് കണ്ണൂരിലാണ് ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന്, കണ്ണൂർ നിയമസഭാ മണ്ഡലം മാത്രമല്ല, KPCC അധ്യക്ഷൻ മത്സരിക്കുന്ന സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിലടക്കം വലിയ പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാക്കുകളാവും ഇന്ന് കണ്ണൂരിൽ സംഭവിക്കാൻ പോവുക. അതാണ് കെ സുധാകരൻ്റെ വാക്കുകൾ. യെസ്, KV ബൈജു ഉണ്ട് നമുക്കിപ്പോൾ കണ്ണൂരിൽ നിന്നും. ബൈജു, കണ്ണൂർ ഒരു വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. കെ സുധാകരൻ്റെ നീക്കം നിർണായകമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കൂടി അതാണ്. കണ്ണൂരിൽ ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നുണ്ട്. സണ്ണി ജോസഫിനെതിരായ പ്രതിഷേധ സാധ്യതകളുണ്ട്. എന്താണ് കണ്ണൂരിൻ്റെ ഇപ്പോഴത്തെ ഒരു ചിത്രം? മൂഡ് എന്താണ്? സുധാകരൻ്റെ അനുകൂലികൾ സംഘടിക്കുന്നുണ്ടോ അവിടെ? സൈത്തെ, നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് സുധാകരൻ കോൺഗ്രസ് പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് മുതിർന്ന നേതാക്കളോട് ക്ഷുഭിതനായി സുധാകരൻ സംസാരിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, ഇത്തരത്തിലുള്ള ഒരു മറുപടി സുധാകരൻ നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 12 മണിയോടുകൂടി ദില്ലിയിൽ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം ടിഒ മോഹനാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി വരുന്നതെന്ന കാര്യത്തിൽ ഏതാണ്ട് സ്ഥിരീകരണം വരുന്നു. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിന് ഉണ്ടാകും. വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പോകുന്നതെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളത് കണ്ടതാണ്. വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, പന്തം കൊളുത്തി പ്രകടനങ്ങൾ, നിരവധി ഫ്ലക്സ് ബോർഡുകൾ. അതായത് സുധാകരനില്ലെങ്കിൽ പേരാവൂരിൽ സണ്ണി ജോസഫിന് വിജയിക്കില്ല എന്ന തരത്തിൽ, വോട്ടില്ല എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടക്കുന്നു. അതോടൊപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സുധാകരൻ അനുയായികൾ വലിയ തോതിലുള്ള അവരുടെ പ്രകടനവും പ്രവർത്തനങ്ങളും കാണുന്നു. ഏതായാലും വലിയ പൊട്ടിത്തെറിയിലേക്ക് കണ്ണൂരിലെ കോൺഗ്രസ് പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുധാകരൻ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്നതാണ്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാം. ഏതായാലും വളരെ നിർണായകമായ നീക്കങ്ങൾ ദില്ലിയിൽ നടക്കുന്നു. അതോടൊപ്പം അണികളും സുധാകരന്റെ വാക്കുകൾക്കായി കണ്ണൂരിൽ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഏതായാലും ഇനി 12 മണിയോടുകൂടി ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. സുധാകരന്റെ ഭാഗത്തു നിന്നും ഏത് രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നതെന്നാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്. ഒരു ഭരണം എഴുത്തിലേറാമെന്ന പ്രതീക്ഷയോടെ പുതുയുഗയാത്രയുമായി VD സതീശൻ യാത്ര പുറപ്പെട്ടപ്പോൾ കണ്ണൂരിൽ ഒരു പുതുയുഗം പിറക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും വളരെ ആകാംക്ഷ ഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് കണ്ണൂർ കടക്കുന്നത്. സുധാകരന്റെ നീക്കങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇനി സുധാകരൻ എന്ന് കണ്ണൂരിലേക്ക് തിരിച്ചു വരും? ഇന്ന് തന്നെ തിരിച്ചു വരുമോ, അതല്ല നാളെ ആയിരിക്കുമോ? എന്ത് വന്നാലും, സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലും വിമാനത്താവളം മുതൽ കണ്ണൂർ വരെ വലിയ സ്വീകരണം സുധാകരന് നൽകാനൊക്കെ ഒരുക്കങ്ങളുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. 12 മണിയോടുകൂടി നമുക്ക് ആ കാര്യങ്ങൾ അറിയാം. ഏതായാലും ഇന്ന് നിർണായകമാണ് സുധാകരന്റെ നീക്കങ്ങൾ സംബന്ധിച്ച്. അത്തരം കാര്യങ്ങൾ 12 മണിയോടുകൂടി തന്നെ അറിയാം. ഏതായാലും പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം ക്ഷുഭിതനായി മുതിർന്ന നേതാക്കളോട് സംസാരിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, ഇതാണ് സുധാകരൻ മറുപടിയായി നൽകിയെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ വാർത്താ സമ്മേളനം വളരെ പ്രധാനമാണ്. സുധാകരനെ സംബന്ധിച്ചോളം നമുക്കറിയാം, അത്തരം വാർത്താ സമ്മേളനം വൈകാരികമായ തലത്തിൽ പ്രതികരിച്ചേക്കാം, പൊട്ടിത്തെറിച്ചേക്കാം. അങ്ങനെ ഏത് രീതിയിലാണ് സുധാകരന്റെ ഇതിനുള്ള പ്രതികരണം എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതായാലും 12 മണിക്കുള്ള വാർത്താ സമ്മേളനം അത് വളരെ നിർണായകമായിരിക്കും. സൈത്തെ, യെസ്, അതാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ ഇന്നത്തെ പകൽ കാണേണ്ട ഒരു കാഴ്ചകൾ. എന്താണ് അവിടെ സംഭവിക്കുക എന്നത് നിർണായകമാണ്. എന്തായാലും ബൈജു മടങ്ങി വരാം, ആ കാഴ്ചകളിലേക്ക് മടങ്ങി വരാം. ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇന്ന് മുഖ്യമന്ത്രി നോമിനേഷൻ നൽകുകയാണ്. അതായത് ഇനി നോമിനേഷന് വെറും 3 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുക. കാരണം അവധി ദിവസങ്ങളിൽ നോമിനേഷൻ സ്വീകരിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മീഷൻ്റെ അനുമതി വേണം. അങ്ങനെയെങ്കിൽ 2 അവധി ദിവസങ്ങൾ ഈ ദിവസങ്ങൾക്കിടയിൽ കടന്നു വരുന്നുണ്ട്. ഒന്ന് ഞായറാഴ്ച, മറ്റൊന്ന് റംസാൻ അവധി ദിവസമാണ്. ഈ 2 അവധി ദിവസങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് 3 ദിവസമാണ് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. കിരൺ, പൊതുവിൽ എല്ലാ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള വെല്ലുവിളി ഈ ഇത്തവണ സമയദൈർഘ്യം കുറവ് എന്നതാണ്. കോൺഗ്രസിലേക്ക് വരുമ്പോൾ ആ പ്രതിസന്ധി ഒന്നുകൂടി രൂക്ഷമാണ്. നമുക്കറിയാം, ആദ്യ തർക്കത്തിന് ശേഷം കളത്തിൽ പിന്നീട് സജീവമാകുന്നതാണ് കോൺഗ്രസ് ക്യാബിൻ്റെ പതിവായ ഒരു ശൈലി. പക്ഷേ ഇത്തവണ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം അത് അത്ര കണ്ട് എളുപ്പമാകുമോ എന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ ഈ സുധാകരൻ്റെ നീക്കം BJPയും നിരീക്ഷിക്കുന്നു. ഇങ്ങനെ ചില അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഒരു കടുത്ത നീക്കത്തിലേക്ക് സുധാകരൻ കടക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം പാർട്ടിയുടെ MP ആണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരാൾ അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ?
സജിത്ത്, കെ സുധാകരൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ വൈകാരികാവസ്ഥ, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരുടെ സമ്മർദ്ദം, അങ്ങനെ പല പല കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ മുൻകാലങ്ങളിലാണെങ്കിൽ കെ സുധാകരൻ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകില്ല, വിരട്ട് എന്നതിനപ്പുറം അല്ലെങ്കിൽ പാർട്ടിയെ സമ്മർദ്ദപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കെ സുധാകരനെ സംബന്ധിച്ച് അങ്ങനെ പാർട്ടി വിട്ടു പോകില്ല എന്നോ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കില്ല എന്നൊന്നും നമുക്ക് ഒരു കാരണവശാലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആ സാധ്യത കൂടി നിലനിൽക്കുകയാണ്. ജി സുധാകരനെ പോലെ നേതാവിന് CPM-ന്റെ ദീർഘകാലം അതിൻ്റെ സൈദ്ധാന്തിക മുഖമൊക്കെയായി നിന്ന നേതാവിന് ആ പാർട്ടി വിട്ട് ആ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ ഒരു തീരുമാനമെടുക്കുമ്പോഴും നമ്മൾ ഇതേപോലെ അത്ഭുതപ്പെട്ടിരുന്നു, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന നേതാക്കൾ കഴിയുമോ എന്നുള്ളത്. പക്ഷേ ഈ നേതാക്കളുടെയൊക്കെ പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അവർ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ വൈകാര്യത കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ആ തരത്തിലേക്കുള്ള തീരുമാനം ഉണ്ടാവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത ഇപ്പോഴും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളൊക്കെ വളരെ സമ്മർദ്ദപ്പെടുത്തി തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം മത്സരിക്കണം, അദ്ദേഹം മന്ത്രിയെങ്കിലും ആവും, അതൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. പിന്നെ കെ സുധാകരനെ പോലെ ഒരു നേതാവിനെ വളരെ വൈകാരികമായി സ്നേഹിക്കുന്ന ചില അണികളുണ്ട്, അല്ലെങ്കിൽ അത്തരക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ പുറത്തു വന്ന് ഇനി നാളെ BJP-യുടെ പിന്തുണയിലാണ് കെ സുധാകരൻ നിൽക്കുന്നത്. കെ സുധാകരനെ സംബന്ധിച്ച് ജി സുധാകരന് കോൺഗ്രസ് പിന്തുണ കൊടുത്തതുപോലെ CPM-ന് കെ സുധാകരനെ പോലെ നേതാവിനെ ഇനി എന്ത് പറഞ്ഞാലും പിന്തുണ കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യമേ ഉദിക്കുന്നില്ല. പിന്നീട് ഏക ചാൻസ് ഉള്ളത് BJP-യുടെ ഭാഗത്തു നിന്നാണ്. BJP-യുടെ ഭാഗത്ത് കണ്ണൂരിൽ പിന്തുണ കിട്ടിയതുകൊണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ അതിന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. അങ്ങനെ ഒരു പിന്തുണ കിട്ടുന്നതോടുകൂടി കെ സുധാകരന് അതുവരെ ഉണ്ടായിരുന്ന പിന്തുണ, കോൺഗ്രസ്സുകാരിൽ നിന്നുണ്ടായിരുന്ന പിന്തുണ, അത് നഷ്ടമാകുമെന്ന വിഷയം. അതോടൊപ്പം തന്നെ MP സ്ഥാനത്ത് ഇനി 3 വർഷം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു മത്സരത്തിന് പോയാൽ ഏറ്റവും കൂടിയാൽ സംഭവിക്കാൻ പോകുന്നത് ജയിക്കുക എന്നുള്ളതായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജയിച്ചാൽ തന്നെ ഇവിടെ ഒരു സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു, അതിനൊരു MLA ആയി തുടരാം. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കെ സുധാകരൻ ആവാൻ കഴിയുന്നില്ല. അപ്പോൾ MP സ്ഥാനം സ്വാഭാവികമായും നഷ്ടമാകുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള ഈ പറയുന്ന അംഗത്വമടക്കം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരുന്നു. ആ പുറത്തു പോകുന്ന അവസ്ഥയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുക കൂടി ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കെ സുധാകരൻ്റെ രാഷ്ട്രീയം അതോടുകൂടി അസ്തമിക്കുന്നു, അതോടുകൂടി അവിടെ അവസാനിക്കുന്നു. കേവലം അടുത്ത് നിൽക്കുന്ന ചില അണികൾക്കപ്പുറത്തേക്ക് കാര്യമായി പിന്നെ ആരും കാണില്ല. അങ്ങനെ വലിയ റിസ്ക് കെ സുധാകരന് മുന്നിലുണ്ട്. മറ്റേതെങ്കിലും ഒരു നേതാവിനെ പോലെയല്ല കെ സുധാകരൻ മറുപക്ഷവുമായി CPM-മായി ഒരാൾ ഈ മുന്നണിയിൽ ചാടിയാൽ മറുപക്ഷത്ത് പിന്തുണ കൊടുക്കണമെങ്കിൽ CPM-ന്റെ ഒരു പിന്തുണയാണ് വേണ്ടത്. ഒരു കാര്യത്തിലും CPM-ന് കെ സുധാകരനെ പോലെ നേതാവിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പരോക്ഷമായി പോലും സഹായിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കെ സുധാകരൻ വീണ് കിടക്കുന്നത് കണ്ടാൽ കുറെ കൂടി ആക്രമിക്കുക എന്നുള്ളതല്ലാതെ ന്യായീകരിക്കാൻ പോലും, പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ന്യായീകരിക്കുക എന്നുള്ള ശീലം പലപ്പോഴും പല നേതാക്കളും ഒക്കെ വരുമ്പോൾ എല്ലാ പാർട്ടികളും ചെയ്യാറുണ്ട്. അതിനുപോലും യഥാർത്ഥത്തിൽ കെ സുധാകരനും CPM-ഉം തമ്മിലുള്ള ചിരകാല വൈരം കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് കെ സുധാകരൻ എടുക്കുന്ന ഏത് തീരുമാനം അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ജീവൻ മരണ തീരുമാനം തന്നെയായിരിക്കും എന്നത് വ്യക്തമാണ്. പക്ഷേ മുൻകാലങ്ങൾ ഒരു നേതാവ് എടുക്കുന്നത് പോലെ ഒരു തീരുമാനമാവോ ഈ പ്രായത്തിൽ അദ്ദേഹം ഇത്തരമൊരു വൈകാരിക അവസ്ഥയിൽ നിൽക്കുമ്പോൾ എടുക്കുക എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായില്ല. ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ അണികൾ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. സ്വതന്ത്രനായി മത്സരിക്കണം, വേണമെങ്കിൽ വേറെ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കണം എന്നുള്ള തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതിനോടും അനുകൂലമായി അദ്ദേഹം പ്രതികരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ പോകുന്നതിലെ അപകടത്തെക്കുറിച്ചും അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ അടക്കം KC വേണുഗോപാലിനെ വിളിച്ച് ഗുഡ് ബൈ